പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. പരിശുദ്ധനും സുഖകരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായി നീക്കും. ഞാൻ നിയമങ്ങളും കൽപ്പനകളും തരാം. ഈ അവസരത്തെ പഠിക്കണം. മോശത്തെ സേവകനായി കുറിച്ചോടുകൂടി എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നവരെ നിങ്ങളുടെ കാത്തിരിക്കെ അഹരോനും പൂർവ്വം നിങ്ങളോടുകൂടി ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടാകിയാൽ അവരെ സമീപിക്കുക. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മുഖം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. അതിനുള്ളിൽ കർത്താവിന്റെ മുഖം ലഭിക്കുന്ന അതിഥിയും ഇസ്രായേലിലേക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിനുള്ളിൽ കിടന്ന് അതിനുള്ളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലക്കുള്ളിലായിരുന്നു. ജീവനായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായി നീക്കും. ആർക്കു വേണ്ടിയും ആരും ഗുണമെല്ലാം നിലനിൽക്കുന്നുവോ, ആരും പുത്രന്മാരും നയിക്കുന്നുവോ, ആ രക്ഷകർത്താൻ അവർക്ക് സഹനം വഴി പരിപൂർണനാക്കുക. തികച്ചും ഉചിതമായിരുന്നു. സ്വീകരിക്കുന്നവരും വിശദീകരിക്കപ്പെടുന്നത് അവരിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരൻ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. അവൻ പറയുന്നു, അങ്ങേ നാമം എന്താ സഹോദരൻ ഞാൻ അറിയിക്കും. സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം വർദ്ധിക്കും. ഇന്നും ഇതാ ഞാനും എനിക്ക് ദൈവം മക്കളും എന്നും അവൻ പറയുന്നു. മക്കൾ അവരെ മാംസത്തിലും രക്തത്തിലും ഭാഗമാക്കുക ആകുന്നത് പോലെ അവനും അവയെ ഭാഗമാക്കാം.
അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് നന്മ ഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെയല്ല, അബ്രാഹത്തിന്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും തന്നെയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരനോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. പരിശുദ്ധ സുവിശേഷം 4-1 മുതലുള്ള തിരുവചനങ്ങൾ. നോമ്പുകാലം തമ്പുരാനിൽ ആശ്രയിച്ച് അവിടുത്തെ വചനത്തിലെ വെളിച്ചത്തിൽ കുറവുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കരുത്തരാകുവാനായുള്ള സമയം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവൻ വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിൽ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിലെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കുവാൻ അവർ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവരെ വിട്ടുപോയി. വലിയ നോമ്പിനോടനുബന്ധിച്ച് എറണാകുളം അകമായ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പനായ പിതാവ് നൽകുന്ന സന്ദേശം. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ പീഠാനുഭവങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുന്ന വലിയ നോമ്പിന്റെ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. മാനസാന്തരത്തിലൂടെയും ജീവിത നവീകരണത്തിലൂടെയും കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങുവാൻ ഒരാണ്ടുമട്ടത്തിലെ 50 ദിനങ്ങൾ തിരുസഭ മാറ്റിവെച്ചിരിക്കുകയാണ്.
മനുഷ്യൻ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും ന്യൂനം എന്ന ഹൃദയസ്പർശിയായ ഗാനം ആലപിച്ച് നെറ്റി അനുതാപത്തിന്റെ ചാരപൂശിയാണ് നാം നോമ്പിന്റെ കവാടം കാണുന്നത്. പാപത്തെ ഉപേക്ഷിച്ച് നിർമ്മല ജീവിതം നയിക്കുവാൻ ഈശോ നമ്മോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുന്ന ദിവസങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആത്മീയ ഉണർവിന്റെ അവസരമാകട്ടെ. കുരിശുമരണത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോയോടൊപ്പം ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കും സഞ്ചരിക്കാം. പലപ്പോഴും നോമ്പ് എന്നത് ഭക്ഷണത്തിൽ വരുന്ന നിയന്ത്രണമോ ബാഹ്യമായ ചില പ്രായശ്ചിത്ത പ്രവൃത്തികളോ മാത്രമായി നാം ചുരുക്കാറുണ്ട്. എന്നാൽ നോമ്പിന്റെ യഥാർത്ഥ അർത്ഥം ഹൃദയ പരിവർത്തനം ആണ് എന്നത് മറക്കരുത്. ഹൃദയ പരിവർത്തനം 3 തലങ്ങളിൽ നമ്മുടെ ജീവിത നവീകരണത്തിനായി നാം സ്വീകരിക്കേണ്ടതാണ്. ഒന്നാമതായി, പാപത്തിലൂടെ അമിതമായ ലൗകിക മോഹങ്ങളിലൂടെ ദൈവത്തിൽ അകന്നു പോയിട്ടുള്ള നാം ആ അകൽച്ച അവസാനിപ്പിച്ച് ഒരു മകൻ അല്ലെങ്കിൽ മകൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് പോലെ ദൈവത്തിലേക്ക് നാം തിരിയണം. വചനവായനയും വഴി കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന് വസിക്കുവാൻ പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ പര്യാപ്തമാകുന്ന പ്രക്രിയയായ ആത്മവിശുദ്ധീകരണത്തിൽ നാം ശ്രദ്ധിക്കണം. ഈ നോമ്പുകാലത്ത് ഓരോ ഭവനവും ഒരു പ്രാർത്ഥനാലയമാകട്ടെ. കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. വിഭൂതി മുതൽ ഉദ്ധാനം വരെയുള്ള ഓരോ ദിവസവും ദൈവവചനത്താൽ നയിക്കപ്പെടുവാൻ നാം ആഗ്രഹിച്ച് പരിശ്രമിക്കണം. നോമ്പുകാലത്ത് അനുദിന സന്ധ്യാപ്രാർത്ഥനയും വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥനാപൂർവം മുടക്കം കൂടാതെ ഭവനങ്ങളിൽ ചൊല്ലുവാൻ നാം ശ്രദ്ധിക്കണം. മൂന്നാമതായി, ഈശോയുടെ സഹജീവിതത്തോട് യോജിച്ചുകൊണ്ട് നോമ്പ് ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സഹനാനുഭവങ്ങളെ ദൈവാനുഭവമാക്കി മാറ്റുവാൻ നാം ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ 40 രാവും പകലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിച്ച ക്രിസ്തുവിന്റെ അനുഭവത്തിൽ പങ്കുചേരുക എന്നതാണ് നോമ്പിന്റെ സാരം. അവിടെ സഹനങ്ങളോട് നമ്മുടെ കൊച്ചു സഹനങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്ക് രക്ഷാകരമായ മൂല്യം ലഭിക്കുന്നു. ഈ അർത്ഥത്തിലാണ് നാം നോമ്പുകാലത്ത് മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയും വിഭൂതി തിരുനാളിലും ദുഃഖവെള്ളിയാഴ്ചയിലും ഉപവസിക്കുന്നത്. ജനികമായ മോഹങ്ങൾക്കും ദുശീലങ്ങൾക്കും മേൽ ആത്മാവിന് വിഷയം നേടിക്കൊടുക്കുക എന്നതാണ് നോമ്പാചരണത്തിന്റെ ലക്ഷ്യം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റു ഭക്താനുഷ്ഠാനങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തെ ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എന്ന സത്യം എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന, നോമ്പ്, ഉപവാസം തുടങ്ങിയ വ്യക്തിപരമായ അനുഷ്ഠാനങ്ങളിലൂടെയും വിശുദ്ധ ബലിയർപ്പണം, മറ്റു പ്രാർത്ഥനാനുഷ്ഠാനങ്ങൾ, കുരിശിന്റെ വഴി തുടങ്ങിയ പൊതുവായ പ്രാർത്ഥന അനുഭവങ്ങളിലൂടെയും ആത്മീയമായ വിശുദ്ധി ആത്മീയമായ നിറവിന്റെ ഉപവാസവും അർത്ഥശൂന്യമാണ് എന്ന തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ എന്ന യാക്കോബ് ശ്ലീഹായുടെ 2-ാം വചനം 14-ാം അർത്ഥം ധ്വനിപ്പിക്കുന്നു. എല്ലാ ദുശ്ശീലങ്ങളുടെയും മേൽ വിജയം നേടി ഉയർന്നു തീർന്നാളിനോട് ഒരുങ്ങുവാൻ കാരുണ്യത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്നവരുമാകണം നാം. നമ്മുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ വിശക്കുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും വേദന മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ആത്മീയമായ ഉണർവ് എപ്പോൾ കാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കണം. നമ്മുടെ അധ്രൂപതയിൽ ഒട്ടേറെ പാവപ്പെട്ടവരും രോഗികളുണ്ട്. ഉപവാസത്തിലൂടെ ലഭിക്കുന്ന തുക അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. നോമ്പുകാലത്ത് അതിരൂപതയിലെ ജീവകാരുണ്യ നിധിയിലൂടെ നാം നടത്തുന്ന നന്മ പ്രവൃത്തികൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. വയനാട് ദുരന്തമുണ്ടായ അവസരത്തിൽ അതിരൂപതയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച സഹായം വഴി ഏതാണ്ട് 2 കോടി രൂപ ദുരിതബാധിതർക്കായുള്ള വളരെ പെട്ടെന്നുള്ള സഹായമായി തുടർന്ന് ഭവന നിർമ്മാണത്തിനായി നൽകുവാൻ സാധിച്ചത് ഇവിടെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ഈ നോമ്പുകാർ
സവിശേഷമായ ഒരു അനുരഞ്ജന കാലം ആകണമെന്നതാണ് നമുക്ക് ആഗ്രഹിക്കാം. ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകില്ല. നീ ബലിപീഠത്തിന്മേൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർത്താൽ ആദ്യം പോയി സഹോദരനുമായി രമ്യപ്പെടുക. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഇടവകളിലും കുടുംബങ്ങളിലും നിലനിൽക്കുന്ന തർക്കങ്ങളും ഭിന്നതകളും വിദേശങ്ങളും അവസാനിപ്പിക്കുവാൻ നാം തയ്യാറാകണം. സഭയുടെ കൂട്ടായ്മയിൽ ഒരേ മനസ്സോടെ മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശില്ലാതെ ഉദ്ധാരമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വേദനകളെയും വിശ്വാസത്തോടെ സ്വീകരിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ നോമ്പുകാലം അതിരൂപതയിൽ വലിയൊരു ആത്മീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കട്ടെ. വിദേശത്തിന്റെ മതിലുകൾ തകർക്കപ്പെടുകയും സ്നേഹത്തിന്റെ പാലകൾ പണിയുകയും ചെയ്യട്ടെ. ശ്രീമാതാവിനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും മധ്യസ്ഥം നമുക്ക് തുണയായിരിക്കട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ. മിശിഹായ സ്നേഹവും ആർച്ച് ബിഷപ്പ് ജോസഫ് പാബ്ലാനി എറണാകുളം അംഗമായ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി. സന്തോഷത്തോടും ഉത്സാഹത്തോടുകൂടി കർത്താവേ ഞങ്ങളെ കാരണമാണെന്ന് യാചിക്കാം. ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ ഈശോയെ ഞങ്ങളുടെ മറ്റുള്ളവരെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹത്തിന്റെ പരിവസ്തുവായ ഈശോയെ ഞങ്ങളുടെ ശരീരത്തിന്റെ അതിലെ ദുരാശകളിലൂടെ എന്നോട് ക്രൂശിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാറി മനോഹര ദൈവം നൽകിയ ഈശോയെ ലോകത്തിൽ നാം ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയുടെ സഹോദരനെ തലവനായ മാർ ലിയോ പതിനാമൻ പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാത്തരനുമായ മാർ റാഫേൽ മെത്രാപ്പോലിത്തയെ ഞങ്ങളുടെ മെത്രാപ്പോലിത്ത വികാരി മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആജ്ഞകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളെല്ലാം രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും സമർപ്പിക്കാം. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കൈകളെ അവരായ കരങ്ങളിലേക്ക് അവരുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. തോമിന്റെ ശരീരത്തിലെ അങ്ങയിലേക്ക് അടുത്തുകൊണ്ടുപോകാൻ ആവശ്യമായ അങ്ങയുടെ ആദ്യമായ തത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാരത്തിനെയും ഓർമ്മയാചരിക്കുവാൻ വഴി പിതാവായ ദൈവം തന്റെ ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയെന്നും സഹരമോ
സകർമ്മികളെയും ഭീതി ഓർത്തിടാം. സർവ്വശക്തപിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെ നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാർ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ
അങ്ങയുടെ ദാസരുടെ കുർബാന
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയെയും മൗല്യമായ ശരീരത്തിലെയും നമുക്ക് എല്ലാവർക്കും കത്തിരങ്ങളെ സമീപിക്കാം. അന്താപനാമഭാഗസ്വരത്തോടെയും അപരാധകൊണ്ടും പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടും സഹോദരികളെ ക്ഷമിച്ചുകൊണ്ടും നമസ്കാരത്തിനെയും നാഥനെയും ദൈവങ്ങളുടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ ആത്മാക്കളെയും മുക്തമാക്കാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെയും ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നവരുടെ വിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം
അറിയിപ്പുകൾ കഴിഞ്ഞ സ്വപ്രകാശം 11,087 രൂപ. സെയിന്റ് ജൂഡ് സെന്റ് മേരീസ് വീട്ടിൽ സമർപ്പണം 470 രൂപ. 12 സെമിനാർ മാതാപിതാക്കൾ അധ്യാപകർ 950 രൂപ. ഹിന്ദി കുർബാന 2,747 രൂപ. അടുത്ത ഞായറാഴ്ച 22-ാം തീയതി ഒന്നാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കാറ്റഗിസം വിദ്യാർത്ഥികളുടെ മതബോധനം സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയാണ്. 10:30 മുതൽ 12:30 വരെയായിരിക്കും പരീക്ഷ. ഒരുങ്ങുവാൻ വിദ്യാർത്ഥികളും ഒരുങ്ങുവാൻ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. 15-ാം തീയതി ബുധനാഴ്ച വിഭൂതി ബുധനാഴ്ചയാണ്. കരികുരിശ് വരാൻ തിരുനാൾ ദിനമാണ്. രാവിലെ 6:15 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പിന് ചൈതന്യത്തിലേക്ക് കടക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. സാധ്യതകൾ എല്ലാ ദിവസവും പള്ളിയിൽ വരിക. നമ്മുടെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവർക്കായി നോമ്പുകാല നീക്കിയിരിപ്പ് മാറ്റിവെക്കുക. നോമ്പുകാലത്ത് ഈ വ്യാഴാഴ്ച മുതൽ കുർബാന സമയത്തിന് 15 മിനിറ്റ് മുമ്പ് കുരിശിലെ വഴി പ്രാർത്ഥന പള്ളിയിലുണ്ടായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് വിശു കുർബാന, അതിനെ തുടർന്ന് ആഘോഷമായ കുരിശിലെ വഴി. നോമ്പുകാലത്ത് ആഘോഷങ്ങൾക്ക് ഉണക്കുള്ള കാലമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സെയിന്റ് തോമസ് കുറുബ യൂണിറ്റ് ഇന്ന് 5 മണിക്ക് പൊന്നാശ്ശേരിയിൽ രാജകീയ വസതിയിൽ വെച്ച് സെയിന്റ് അൽഫോൺസോ മദർ തെരേസ കുറുബ യൂണിറ്റ് പുതുശ്ശേരി ലെക്സൺ ജോയിയുടെ വസതിയിൽ വെച്ച് 4 മണിക്ക് സമ്മേളിക്കുന്നതാണ്. അടുത്ത ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. സത്യദീപ ടോപ്പ് റീഡർ ഫൈനൽ ഫേസ് ജൂനിയർ വിന്നർ ഡേവിസ് ടോണി കൈപ്പാറ്റതിന് 5,000 രൂപയുടെ ക്യാഷ് അവാർഡ്. സത്യദീപ ടോപ്പ് റീഡർ ഡിബർവേഷൻ ഓവറോൾ വിന്നർ ഡോക്ടർ ജോണി പോൾ പി പുതുച്ചേരിയുടെ 20,000 രൂപ ക്യാഷ് അവാർഡ് ഈ കുർബാനയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്നതാണ്. അതിരൂപതയുടെ വൈദികരുടെ ട്രാൻസ്ഫർ ഫെബ്രുവരി മാസം 28-ാം തീയതി ശനിയാഴ്ചയാണ്. നമ്മുടെ പുതിയ വികാരിയായി ചേർന്ന് ഇപ്പോൾ നന്മട്ട പള്ളിയിൽ സേവനം ചെയ്യുന്ന വല്ലഭവനയിലെ ആലപ്പുഴ ഇടവയിൽ നിന്ന് ബഹുമാനപ്പെട്ട പീറ്റർ ആലക്കാടൻ അച്ഛനാണ്. ഞാൻ കാലിഫോർണിയയിലെ ശ്രീമൂലം നഗരത്തിലുള്ള ഏഴാട് സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് അങ്ങനെ ട്രാൻസ്ഫറായി പോകുന്നതാണ്. കടകളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായി നയിക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായെ
സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നീക്കും. പാപികളെ അനുതാപത്തിൻ പാതയിലേക്കു വിളിക്കാനായി പാരിൽ വന്നവൻ ഈശോയെ വാഴ്ത്തി പാടി നമിച്ചിടാം. തിരുവചനത്തിൻ പാതകളിൽ തീഷ്ണതയോടെ ചരിച്ചിടാം. സത്യവെളിച്ചം വിശിഹാതൻ ദീപ്തിനിഭാന്തം ചൊരിയട്ടെ. പാവനരക്തശരീരങ്ങൾ കൈക്കൊണ്ടവരാം അഖിലർക്കും നിത്യവിരുന്നിൽ ചേർന്നിടാം. നാഥൻ യോഗ്യത ഏകട്ടെ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ, സ്തുതി.